ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ വേണം, അതുപോലെ തന്നെ സവോള, പച്ചമുളക് അരിഞ്ഞത്, പൊട്ടറ്റോ ഇച്ചിരി വലുപ്പത്തിലാണ് അരിയുന്നത് പൊട്ടറ്റോ, അതുപോലെ കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പാല് 2 പാല്. അപ്പം ഞാനിവിടെ കുക്കിങ്ങിനായിട്ട് ഒരു പാൻ എടുത്തു. ഇത് ശരിക്കൊരു ബിരിയാണി പോട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇത് ചിക്കൻ ഇടുവാണ്. ചിക്കൻ ഫുള്ള് നമ്മൾ ഇതിനകത്തോട്ട് സാധാരണ നമ്മൾ വഴറ്റിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് ഫുള്ള് നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് നമ്മൾ ഇടുവാണ്. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി പൊട്ടെ സവോള, പച്ചമുളക് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇടും. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇടുന്നു. പിന്നെ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ, വിനാഗിരി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല വേണേൽ ചേർക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മളിത് തിരുവി യോജിപ്പിക്കണം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഇത് മുളക് പൊടി പൊതുവെ കുറച്ച് ചേർത്താണ് ഇവർ ചെയ്യുന്നത്, ഇത് ഇങ്ങോട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു മഞ്ഞൾ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അധികം ചിക്കൻ മസാല വേണ്ട, കുറച്ച് ചേർത്ത്. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒരു ആവശ്യത്തിനൊക്കെ ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ കൈവച്ച് നല്ലോണം ഞെരടി കൊടുക്കണേ. ഈ ഒരു സ്റ്റൈലിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു നാട്ടിലോട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിത് നല്ലവണ്ണം തിരുമ്മി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 1 പാല് ഒഴിച്ചിട്ട് ഇത് തീയിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലവണ്ണം യോജിപ്പിച്ച ശേഷം തീയ വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് പാകത്തിനുള്ള ഉപ്പ്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിത് തിരുമ്മിയ ശേഷം 1 പാൽ ഒഴിച്ചിട്ട് നമുക്ക് തീരും. ഞാനത് വിട്ടുപോയി പറയാൻ, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്ന ഐസ് വിട്ടുപോയി, ഇപ്പോഴാണ് ഓർത്തേ. ഇനി ഞാൻ 1 പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 പാൽ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു. എന്നിട്ട് ഒരു തവ വെച്ചിട്ട് നമുക്കിത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. സംഭവം തീ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ചൂടിന് ഇളക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കേണ്ടതുണ്ട്. അതിപ്പോൾ കുറച്ചൊന്ന് ചിക്കൻ വേവായ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ കറി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറി കാണിച്ചു തരാം. അപ്പം ഇതിപ്പം നല്ലോണം വെന്ത ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 പാൽ ഒഴിക്കും. 2 പാൽ ഒഴിച്ച ശേഷം നമ്മളിത് കടുക് പൊട്ടിക്കും. അതായത് എണ്ണ ഒഴിച്ച്, അതറിയാമല്ലോ നമ്മളെല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന സ്റ്റൈലാണ്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കറി കേട്ടോ. ഞാനിത് ഫുള്ള് കാണിച്ചു തരാം, നിങ്ങളിത് ട്രൈ ചെയ്യണം. ഈ സൈഡിലൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും, ഇത് ഇവിടെയുള്ളവർക്കൊക്കെ, ഈ നാട്ടിലോട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു കറിയാണല്ലോ. ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെയും കൂടെ ഒരു സ്റ്റൈലിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. മഴ കാണാൻ എന്ത് ഭംഗിയല്ലേ. മഴ എന്ന് പറയുന്നത് നമുക്ക് വളരെ നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരു സംഭവമാണ്.
വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പുതിയ വീഡിയോസായിട്ടൊക്കെ വരാം. എല്ലാം കുക്കിംഗ് ആയിരിക്കണമെന്നില്ല, സമയം പോലെ കുക്കിങ്ങിൻ്റെയൊക്കെ ചെയ്യാം. കുക്കിങ്ങിൻ്റെ ചെയ്യാൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അത്യാവശ്യം എൻ്റേതായ ചെറിയ കുക്കിങ്ങുകളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചിക്കനൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയ ശേഷം, കാരണം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകുന്നതുകൊണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ മഞ്ഞൾ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ചേർക്കാത്തത്. വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. ലാസ്റ്റ് നമുക്കിനി കലപ്പാല ഒഴിച്ച് കൊടുത്തിട്ട് കടുക് വെളിച്ചാൽ മതി. ഇനി നമുക്കിത് ഇടേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത ശേഷം നമുക്കൊരു ചെറിയ തിള വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് നിൽക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പറയുന്നത് അങ്ങനെ ഉണ്ടാവില്ല. ഒന്ന് ചെറുതായിട്ടാണ് ശേഷം നമ്മൾ ഇത് എണ്ണ ഒഴിക്കുകയാണ്. ഇനി കടുകിട്ടിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കടുകും കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഉള്ളി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ചേർക്കുന്നില്ല. ഞാനിത് തളിച്ച സംഭവം കൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. നമ്മുടെ കറി ഇത് റെഡിയായി. തേങ്ങാപ്പാൽ ഒഴിച്ചു തിളപ്പാൽ ഒഴിച്ചുകൊണ്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തിള വന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചെറിയ തിള വരാറുണ്ട്, തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. നമുക്കിനി കറി റെഡിയാണ്. കറി ഇത് റെഡിയായി. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പം കഴിക്കാനായില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ടേസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കറി ഇത് ഫൈനലി റെഡിയായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.